ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആംഗ്രി ബേർഡ്സ് ഫ്രണ്ട്സ്. അപ്പം ആംഗ്രി ബേർഡ്സിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം ഉണ്ട്. അപ്പോൾ ഇത് മോഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡാണെന്ന് പറയാം. കാരണം എന്തെങ്കിലും നോർമൽ ഗെയിമിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മോഡ് ഗെയിം നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് അൺലിമിറ്റഡ് കോയിൻ ഇല്ല, അൺലിമിറ്റഡ് അങ്ങനത്തെ ഇതൊന്നും അൺലിമിറ്റഡ് ഒന്നല്ല. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കളിക്കാൻ പറ്റും. സ്പീഡ് കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഗെയിം നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് കളിച്ചിട്ട് പെട്ടെന്ന് തീർത്തിട്ട് അടുത്ത ലെവൽ പോവാം. ഈ ഗെയിമിന്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹാർഡ് കാര്യങ്ങളൊന്നുമില്ല, അല്ല നോർമലാണ്. ആംഗ്രി ബേർഡ്സിൽ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വിട്ടിട്ട് പൊട്ടിക്കുന്നതല്ലേ നോർമൽ ഗെയിം. ഇതെല്ലാം കളിച്ച് തീർക്കേണ്ടത് തന്നെയാണ് ഗെയിം. ഇപ്പൊ ഇത് മോഡാക്കി തരേണ്ട ആവശ്യമില്ല. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ സ്പീഡ്. അപ്പം നമുക്ക് അതിൽ ഒരു എക്സ്ട്രാ ഒരു സാധനം വരും, അതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്ക് മൊത്തത്തിൽ സ്പീഡാവും. ആ ഗെയിമിന്റെ മൊത്തം വർക്കിംഗ് ടൈമും കാര്യങ്ങളെല്ലാം പിടിച്ച് വെച്ച് വിടുന്ന സ്പീഡ് പോകും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ലെവൽ കളിച്ച് തീർക്കാൻ പറ്റും. എന്തായാലും ഒരു നമ്മളെ പോലത്തെ ആൾക്കാരെല്ലാം കളിക്കുന്ന സമയത്ത് സിമ്പിൾ ഗെയിമാണ്. അപ്പോൾ ഞാനത് കളിച്ചിട്ട് 2-3 ലെവൽ പെട്ടെന്ന് തീർക്കുന്ന കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ പോയിട്ട് ഇൻസ്റ്റാൾ ആക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗെയിം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതേപോലെ വരും. അപ്പം ഞാൻ ആദ്യം നോർമല് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ താഴേക്ക് വന്നിട്ട് ഫസ്റ്റ് ലാപ്പ്. ഇപ്പോൾ ഫസ്റ്റ് ലാപ്പ് കയറാം. ഇപ്പം നോർമൽ നമുക്ക് ആംഗ്രി ബേർഡ്സ് അറിയാം. അവിടുന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് എല്ലാം പൊളിക്കുന്നത്. അപ്പം ഇതെല്ലാം പൊളിഞ്ഞ് വീഴുന്ന സ്കോറും പിന്നെ ലാസ്റ്റ് നമ്മൾ അവിടെ നിൽക്കുന്ന എത്ര ആൾ ബാക്കിയില്ല അവരെ സ്കോറും കൂട്ടിയിട്ട് നമുക്ക് എത്ര സ്റ്റാർ 1 2 3 സ്റ്റാർ അങ്ങനെ. ഇപ്പോൾ എനിക്ക് 3 സ്റ്റാറിന് മേലെ പോയിന്റ് കിട്ടി. അപ്പം അങ്ങനെ എത്ര സ്റ്റാർ എന്നുള്ളത് അങ്ങനെ ഓരോരാൾക്ക് ഓരോന്ന് കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്പൺ ആക്കി. ഇനി ഈ സൈഡിലൊരു ബട്ടൺ കണ്ടിട്ടേ ഒരു പച്ച കളർ, അത് ഞെക്കുന്ന സമയത്ത് ഇതേ കണക്കത്തെ ഒരു സാധനം വരും ലെഫ്റ്റ് സൈഡിലില്ലേ. ഇതിൽ ഗെയിം സ്പീഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് കൂട്ടേണ്ടത്. അത് നമ്മളിങ്ങനെ കൂട്ടി ഞാൻ ഫുള്ള് സ്പീഡ് കൂട്ടി. അതിന് ശേഷം താഴെ ക്ലോസ് മെനു ഉണ്ട്, അത് ക്ലോസ് മെനു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം ആ ഗെയിമിലെല്ലാം അനക്കുന്ന ഫാസ്റ്റിൽ അനങ്ങുന്നുണ്ടാകും. അങ്ങനെ കണ്ട സ്പീഡ്. ഇതിപ്പം ഞാൻ സ്പീഡ് കൂട്ടിയതൊന്നല്ല, ഞാൻ കളിക്കുമ്പം ഗെയിമിന് വന്ന സ്പീഡാണ് ഇത്. ഇതെല്ലാം എല്ലാം സ്പീഡാവും, മൊത്തത്തിൽ സ്പീഡ്. ഇതിപ്പോൾ നമുക്കിങ്ങനെ വിട്ടിട്ട് പെട്ടെന്ന് തൊടണം. അപ്പോൾ 3 നല്ലതായിട്ട് പൊളിയും. മറ്റേ സ്പീഡ് ഇപ്പോൾ ഒന്നല്ലാന്നെങ്കിൽ അങ്ങനെ വെക്കണം. ഇതിങ്ങനെ പെട്ടെന്ന് മിക്കവാട് വിട്ടിട്ട് ഇതാക്കാം. എന്നിട്ട് എൻഡ് ലെവൽ കൊടുക്കണം. എൻഡ് ലെവൽ റൈറ്റ് സൈഡിൽ താഴെ എൻഡ് ലെവൽ ഉണ്ടാവും. അത് കൊടുത്താൽ മാത്രമേ ഒരു ഗെയിം കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകും. അല്ലെങ്കിൽ അവിടെ തന്നെ നോക്കി നിൽക്കും, എന്തപ്പോൾ കിടക്കാത്ത. അപ്പം ഇതിങ്ങനെ എല്ലാം സ്പീഡിൽ ചെയ്യണം. സ്പീഡിൽ ചെയ്താൽ നമുക്ക് സ്പീഡിൽ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഗെയിം പ്ലേ നോക്കാം. എല്ലാം സ്പീഡിലാണ് കളിച്ച്. സ്പീഡാക്കിയതല്ല, ഇത് അതിൽ സ്പീഡ് കൂട്ടിയാൽ നമ്മുടെ ഗെയിം പ്ലേ സ്പീഡാവും. ഇതിൽ പിന്നെ മുകളിൽ കുറേ വട്ടത്തിലുള്ള സാധനങ്ങൾ കാണും. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ പവറാണ്. അതിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അതിൽ നിൽക്കുന്നതിനെ പിടിച്ചിട്ട് താഴേക്ക് ഇട്ടിട്ട് ആ പവർ ഉപയോഗിക്കുന്ന സാധനത്തിന് നമുക്ക് എടുത്തിട്ട് ആ പവർ വരും. അപ്പോൾ അതിന് ഓരോരോ പവറില്ലതിനെ മുകളിലില്ലതിനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അവർ കാണിക്കും എന്താണ് പവർ. പക്ഷെ അത് അൺലിമിറ്റഡ് അല്ല, അത് ലിമിറ്റഡാണ്, അത് തീരും എന്തായാലും. ഇത് സ്പീഡ് മാത്രമേ ഇല്ലൂ. ഈ സ്പീഡ് മാത്രം ഞാനപ്പം മറ്റേതൊരു മോഡ് മാത്രം ഇടുന്നതുകൊണ്ട് ഇന്ന് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് സ്പീഡിൻ്റെ മോഡ് ഇടാമെന്ന് വിചാരിച്ചു. അതാണ് സ്പീഡിൻ്റെ ഇട്ടത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കളിച്ച് തീർക്കാനും പറ്റും. ഫുള്ള് 3 സ്റ്റാർ ആയിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കളിച്ച് തീർക്കാൻ പറ്റും. ഈ ഗെയിം വേഗം ഇൻസ്റ്റാൾ ആക്കിയിട്ട് അടുത്ത ഗെയിമിലേക്ക് പോകാൻ പറ്റും. എല്ലാം പെട്ടെന്നായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഫോണിൽ സ്റ്റോറേജ് എല്ലാം കുറവില്ലവർക്ക് പെട്ടെന്ന് ഇത് കളിച്ചിട്ട് അൺഇൻസ്റ്റാൾ ആക്കിയിട്ടെല്ലാം കളയാൻ പറ്റും. അപ്പം അതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗെയിം ഇട്ടത്. അപ്പോൾ ഞാനിത് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ലെവൽ കളിച്ച് ഒരുപാട് ദൂരം പോയി. അപ്പം ഞാൻ ഇനിയിപ്പം അധികം ഒന്നും കാണിച്ചു തരുന്നില്ല. അപ്പം നിങ്ങൾ കളിച്ചിട്ട് എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും
ബൈ.